ഇന്ത്യൻ സിനിമ ഇൻ 1930s 1940s ആൻഡ് 1950s അതാണ് ഈ ഒരു ഓഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ 1930s ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് പുരാണാസ് ആൻഡ് മിത്തോളജിക്കൽ ടെയിൽസ് കൊണ്ട് ഇൻസ്പയർഡ് ആയിരുന്നു. 1930s ആൻഡ് ഏർലി 1940s ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ഗ്രാജുവൽ ഷിഫ്റ്റ് വരാൻ തുടങ്ങി. അതായത് ഫിലിം മേക്കേഴ്സ് അവരുടെ ഫിലിമിലൂടെ സോഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ചും ഡിസ്ക്രിമിനേഷനെ കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി. സൊസൈറ്റിയിലെ ഈവിൾസിനെ കുറിച്ചൊക്കെ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. ആ ഒരു മിത്തോളജിക്കൽ സൈഡിൽ നിന്ന് വിട്ടുമാറാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ സൈലന്റ് ഇറ ആയിരുന്നല്ലോ, അപ്പോൾ ഡയലോഗ്സ് ഒക്കെ എന്ന് പറയുന്നത് ടൈറ്റിൽ കാർഡ്സ് വെച്ചിട്ട് കാണിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ പോർട്രേ ചെയ്യാൻ തുടങ്ങി. ഈ ടൈറ്റിൽ കാർഡ്സ് മോസ്റ്റ്ലി ഹിന്ദി അല്ലെങ്കിൽ മറാത്തി ലാംഗ്വേജസിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലോ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഓൾസോ ഫിലിംസിനെല്ലാം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാണും. ഗ്രൂപ്പ് ഓഫ് പെർഫോമേഴ്സും മൂവി സ്ക്രീനിങ്ങിൻ്റെ അടുത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും ഒരു നറേറ്റീവ് അസിസ്റ്റൻസിന് വേണ്ടി. അതായത് ലൈവായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെ, മ്യൂസിക്കൽ പെർഫോമൻസ് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് വേണ്ടിയൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി ആളുകൾ കാണുമായിരുന്നു. എന്തൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ പിയാനോ, വയലിൻ, ഹാർമോണിയം, തബ്ലാസും ബാക്കി അങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരുന്നു ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡാൻസേഴ്സും ഉണ്ടായിരുന്നു ഫിലിമിൽ. മ്യൂസിക് എന്ന് പറയുന്ന ലൈവ് പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഫിലിംസ് ലൈക്ക് വിഗതകുമാരൻ, പിന്നെ സൂര്യപ്രഭ, രാം റഹീം, ലങ്ക, പിന്നെ ദേവ്ദാസ് 1936 ദേവ്ദാസ് ആണ്. സാവിത്രി 1937, അല്ലെങ്കിൽ ജയിലർ 1938 ജയിലർ എന്നുള്ള മൂവിക്കകത്തൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള മൂവീസ് ആയിരുന്നു ബിക്കോസ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് എസ് എ സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. 1931 അലം ആര എന്നുള്ള മൂവി റിലീസ് ചെയ്തത്, മാർക്കിംഗ് ദ ബിഗിനിങ് ഓഫ് ദി സൗണ്ട് ഇറ. എന്ന് വെച്ചാൽ ഫസ്റ്റ് സൗണ്ട് ഫിലിം എന്ന് പറയുന്നത് അലം ആരയാണ്. ഇനി ഇന്ത്യൻ സിനിമ 1940s നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ സോഷ്യൽ കൺസ്ട്രെയിൻസിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നല്ലപോലെ പറയാൻ തുടങ്ങി. ചില മൂവീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമിൽ നിന്നിട്ടുണ്ടെങ്കിൽ ചിലർ കളർ പ്രൊട്ടക്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അൺടച്ചബിലിറ്റിയും വിമൻ ഓപ്പറേഷനും സഫറിങ്സും ഈ റിച്ച് ആൻഡ് പുവർ ഡിവിഷൻ, പേട്രിയോട്ടിസം ഒക്കെ ആയിരുന്നു ഇന്ത്യൻ സിനിമയിൽ 1940s ഡോമിനേറ്റ് ചെയ്ത് നിന്നത്. നർസി ഭഗത് എന്ന് പറഞ്ഞൊരു 1940 ബോളിവുഡ് ഡിവോഷണൽ ബയോപിക് ഫിലിം ഇറക്കി വിജയ് ഭട്ട്. അതുപോലെ തന്നെ ഒരു സൈക്കോ സോഷ്യൽ മെലോ ഡ്രാമ ഇറക്കിയായിരുന്നു AR കർദാർ. പാഗൽ എന്നായിരുന്നു അതിൻ്റെ പേര്. 4th ഹയസ്റ്റ് ഗ്രോസിംഗ് ഇന്ത്യൻ ഫിലിം ആയിരുന്നു ഈ പാഗൽ എന്ന് പറയുന്നത്. പിന്നെ ഗ്യാൻ മുഖർജി 1943 കിസ്മത്ത് എന്ന് പറഞ്ഞൊരു റൊമാൻറ്റിക് ഫിലിം ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺ വെച്ചിട്ട് ഇറക്കി. അത് ഓഡിയൻസിന് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേ സമയത്ത് തന്നെയാണ് 1945 ഒരു എപ്പിക് ഫിലിം, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു ഫിലിം ഇറക്കി മെഹബൂബ് ഖാൻ. അതിൻ്റെ പേര് ഹുമയൂൺ എന്നായിരുന്നു. അത് ഹിന്ദി ലാംഗ്വേജിൽ ഇറക്കി. അപ്പോൾ പോസ്റ്റേഴ്സ് എല്ലാം, ആ ഫിലിമിൻ്റെ പോസ്റ്റേഴ്സ് എല്ലാം കളർ പോസ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷേ മൂവി ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ മോണോക്രോമിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം പ്രോപ്പർട്ടീസൊക്കെ ഫിലിംസിൽ പതുക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. 1948 ഒരു ഹിസ്റ്റോറിക്കൽ അഡ്വഞ്ചർ ഫിലിം വന്നു. അത് SS വാസനായിരുന്നു ചെയ്തിരുന്നത്, ജെമിനി സ്റ്റുഡിയോസിൽ. ആൻഡ് അതിൻ്റെ ടൈറ്റിൽ ചന്ദ്രലേഖ. അപ്പോൾ ഇതിനകത്ത് ഡ്രം വെച്ചിട്ട് ഡാൻസ് കളിക്കുന്ന സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആർക്ക്? ഓഡിയൻസിന്. ക്രൈം ജോണറിൽ ഒരു മൂവി ഇറങ്ങിയായിരുന്നു 1941. ആൻഡ് ഓൾസോ ത്രില്ലർ കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു മൂവി ആയിരുന്നു ഇറങ്ങിയത്, ഏക് ഥീ ലഡ്കി എന്നും പറഞ്ഞ് 1949. അപ്പോൾ ഇതാണ് 1930s 1940s നടന്ന ഒരു 40s ഉണ്ടായിരുന്ന ഫിലിമിൻ്റെ ആ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1950s ഇന്ത്യൻ പാരലൽ സിനിമയും കണ്ടംപററി ഇന്ത്യൻ സിനിമയും. അപ്പം സൈലന്റ് ഇറയിൽ നിന്ന് ഏജ് ഓഫ് സൗണ്ട് ഇറ വന്നു. 14th March 1931 അലം ആര അല്ലെങ്കിൽ ഓർണമെൻറ്റ് ഓഫ് ദ വേൾഡ് എന്നുള്ളൊരു കോസ്റ്റ്യൂം ഫാൻറ്റസി ഡ്രാമ നമ്മുടെ ലാംഗ്വേജിൽ ഇറങ്ങിയത്. അത് പിന്നെ ഫസ്റ്റ് ടോക്കി ഫിലിം അല്ലെങ്കിൽ സൗണ്ട് ഫിലിം എന്നാണ് നമ്മൾ പറയുന്നത്. 1940s 50s എന്ന് വെച്ചാൽ പേട്രിയോട്ടിക് ഫിലിംസ് വിത്ത് നോ സോങ്സ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷേഴ്സ് വെയർ റിലീസ്ഡ്. അതുപോലെ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ ആയിരുന്നു മിക്കവാറുള്ള മൂവീസിലെല്ലാം തീമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് 1940s 1960s ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു പീരീഡ് ആയിരുന്നു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക്. അതുകൊണ്ട് ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നാണ് ഈ കാലഘട്ടത്തെ അറിയപ്പെടുന്നത്. അതായത് 1940s തൊട്ട് 60s വരെയുള്ള കാലഘട്ടങ്ങൾ വളരെ ആർട്ടിസ്റ്റിക് വാല്യൂ ആയിട്ടുള്ളതും സോഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ള മൂവീസും റാപ്പിഡായിട്ട് ഇറങ്ങാൻ തുടങ്ങി. ടാലൻറ്റഡ് ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ വന്നു. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്രൂ മെമ്പേഴ്സ് വരാൻ തുടങ്ങി. റൊമാൻസ്, അതുപോലെ തന്നെ ഡ്രാമ, ആക്ഷൻ, ഇങ്ങനെയുള്ള മൂവീസൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അതുപോലെ തന്നെ 60s 80s ഒക്കെ ആയപ്പം ഈ ബണ്ടിറ്റ് ഫിലിംസ്, ഡെക്കോയിഡ് ഫിലിംസ്, കൊള്ളക്കാരുടെ കഥകളൊക്കെ പറയുന്ന കണക്കുള്ള ഫിലിംസൊക്കെ വരാൻ തുടങ്ങി. പിന്നെ അതുപോലെ അങ്ങനെ ഇറങ്ങിയ മൂവിയാണ് ഷോലയൊക്കെ വരുന്നത്. ബാദേ സർക്കാർ, ഷോലെ, ഗംഗാ യമുന, ഇതൊക്കെയെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ബോളിവുഡിന് നല്ല രീതിയിൽ ഫെയിം ഉണ്ടാക്കിയെടുത്ത മൂവീസാണ്.
ഇപ്പോൾ ക്രിമിനൽസിൻ്റെ മൂവീസ്, പവർഫുൾ ഹീറോസിൻ്റെ മൂവീസ്, ബ്യൂട്ടിഫുൾ ഹീറോയിൻസിൻ്റെ മൂവീസിനോടൊക്കെ ആളുകൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ 60s to 80s കാലഘട്ടത്തിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. 50s ആയപ്പോഴത്തേക്കും പിന്നെ വെസ്റ്റ് ബംഗാളിൽ പാരലൽ സിനിമ അല്ലെങ്കിൽ ന്യൂ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ബംഗാളി ഫിലിം മേക്കേഴ്സ് എന്ത് ചെയ്തു, ഇതിനെ ബോളിവുഡിലോട്ട് കൊണ്ടുവന്നു. ശ്യാം ബെനഗലായിരുന്നു ഇന്ത്യൻ പാരലൽ സിനിമയുടെ എന്താ പറയുക പൈനിയർ എന്ന് പറയുന്നത്. പാരലൽ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് ആൻഡ് റിയലിസ്റ്റിക് തീംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇറ്റാലിയൻ നിയോ റിയലിസത്തിൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ട് വന്ന സിനിമയും കൂടിയാണ്, വന്ന ഫിലിം ജോണറാണ് ഇന്ത്യൻ പാരലൽ സിനിമ എന്ന് പറയുന്നത്. ഒരു എൻ്റർടൈൻമെൻറ്റും കാണത്തില്ല, സോങ്സും ഡാൻസും ഒക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അതായത് ഈ പൂർ ആയിട്ടുള്ള ആളുകളുടെ സഫറിങ്സ് ഇതൊക്കെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാസ്റ്റ് ഡിഫറൻസ്, ചൈൽഡ് അബ്യൂസ്, വർക്കിംഗ് ക്ലാസ് പീപ്പിളിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ, മൊറാലിറ്റി, പോവേർട്ടി, സ്ത്രീകളുടെ ഇഷ്യൂസ് ഇതൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ 1955 ഇറങ്ങിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സത്യജിത് റേയുടെ അപ്പു ട്രിലജിയാണ്. അപരാജിതോ, ദ വേൾഡ് ഓഫ് അപ്പു ആൻഡ് പിന്നെന്താണ് പതേർ പാഞ്ചാലി, ഈ 3 എണ്ണമാണ് ഇറങ്ങിയത്. 1955 പതേർ പാഞ്ചാലി, അപരാജിതോ 1956, വേൾഡ് ഓഫ് അപ്പു എന്ന് പറയുന്നത് 1959. പതേർ പാഞ്ചാലി, അപരാജിതോ എന്ന് പറയുന്നത് വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായയുടെ 2 ബംഗാളി നോവൽസിനെ ബേസ് ചെയ്തിട്ട് ഇറക്കിയതാണ്. വളരെ ലോ ബഡ്ജറ്റിൽ ഇറക്കിയ പടമായിരുന്നു ഈ 2 എണ്ണം. ആൻഡ് ഓൾസോ 1960s ഒക്കെ ആയപ്പോഴത്തേക്കും ഇന്ത്യൻ ഫിലിംസിലെന്ന് പറയുന്നത് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി, ഡെവലപ്പ് ആവാൻ തുടങ്ങി. പുതിയ പുതിയ ആക്ട്രസ്സുകളെല്ലാം വരാൻ തുടങ്ങി. ആക്ടേഴ്സ് അമിതാഭ് ബച്ചൻ അങ്ങനെയുള്ളവർ വരാൻ തുടങ്ങി. ആക്ട്രസസ് എന്ന് പറയുമ്പോൾ കജോൾ, ശ്രീദേവി, ഐശ്വര്യ റോയ് ഒക്കെ വരാൻ തുടങ്ങി. ആൻഡ് ഓൾസോ ഹിന്ദി, പിന്നെന്താണ് ബംഗാളി, കന്നഡ, തെലുഗു, തമിഴ് ആൻഡ് മലയാളം ഇൻഡസ്ട്രീസൊക്കെ ഫ്ലറിഷ് ചെയ്യാനും തുടങ്ങി. ഇതാണ് ഒരു 1930s തൊട്ട് 1980s വരെയുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, 30s തൊട്ട് അതുപോലെ തന്നെ 80s വരെയുള്ള ഈ കാലഘട്ടങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തി എവിടെയാണോ അവിടെ വരെ ഉള്ളത് വേണം പറഞ്ഞു നിർത്താൻ.